കൂട്ടുകാരി. വീടോ സ്ഥലമോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രേഖകളെക്കുറിച്ചറിയാം ഇനി കൂട്ടുകാരിയിൽ. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് അനിത അജി സംസാരിക്കുന്നു. ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ്, ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. പലർക്കും ഇത് ജീവിതകാല സമ്പാദ്യവുമാണ്. എന്നാൽ ആവശ്യമായ നിയമപരിശോധനകൾ നടത്താതെ സ്വത്ത് വാങ്ങുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് തന്നെ ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായും പരിശോധിക്കണം. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വസ്തുവിൻ്റെ ഉടമസ്ഥന് ഈ വസ്തുവിൽ ഉടമസ്ഥ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള വസ്തുവിൻ്റെ കുറഞ്ഞതൊരു 30 വർഷത്തെയെങ്കിലും മുന്നാധാരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതുവഴി ഈ സ്വത്തിൻ്റെ കൈമാറ്റ ചരിത്രം എങ്ങനെയാണ്, ആ ഒരു ചെയിൻ ഓഫ് ടൈറ്റിൽ, നേരത്തെ ആർക്കായിരുന്നു വസ്തു, അതെങ്ങനെയാണ് കൈമാറി വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, പിന്നീട് നമുക്ക് എന്തെങ്കിലും ഈ ഉടമസ്ഥാവകാശത്തിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ കേസിന് പോകുമ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യും. മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വസ്തു വാങ്ങിക്കാതിരിക്കാൻ സാധിക്കും. ഇപ്രകാരം നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്നത് പിന്നീടായിരിക്കും എന്തെങ്കിലും ഭാവിയിൽ കേസും ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പം ഈ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിഷമാവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വസ്തു നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരോട് നമുക്ക് ചോദിക്കാം ഇതിനു മുമ്പുള്ള മുന്നാധാരങ്ങൾ. ഇപ്പം 30 വർഷം എന്ന് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ 30 വർഷം മുമ്പുള്ള ഒരു ഭാഗപത്രപ്രകാരമായിരിക്കാം കിട്ടിയ വസ്തുവിനെ ഇപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഭാഗപത്രപ്രകാരം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് 30 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിന് എന്നാണോ ഈ പ്രോപ്പർട്ടി കിട്ടിയത് അതിനുശേഷം അതിനകത്ത് വേറെ അധികം കൈമാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നും, അഥവാ ഭാഗപത്രപ്രകാരം ഒരാൾക്ക് കിട്ടിയ ഷെയറിനെ അയാൾ വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മുന്നാധാരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുവിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കോർട്ട് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിൽ ഈ മോർഗേജായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഈ വസ്തുവിൻ്റെ മേളിൽ വേറെ എന്തെങ്കിലും കോടതി നടപടികളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് നമ്മൾ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. ഓൺലൈൻ വഴി ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള സർവേ നമ്പർ, വസ്തുവിൻ്റെ സെയിൽ ഡീഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ, ഇങ്ങനത്തെയുള്ള നമ്പറുകളും രേഖകളും ഒക്കെ ഓൺലൈനിൽ ആവശ്യപ്പെടുന്ന പ്രകാരം കൊടുത്ത് നിശ്ചിത ഫീസും അടച്ചു കഴിയുമ്പോൾ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുകൂടാതെ എന്തെങ്കിലും സെയിൽ എഗ്രിമെൻറ്റുകൾ, ഇതിനു മുമ്പായിട്ട് വല്ല സെയിൽ എഗ്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും വസ്തുവിനെ സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്നാധാരം പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ കാണണം എന്ന് പറയുന്നതിന് വേറൊരു കാര്യം, ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ലോൺ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വസ്തുവിൻ്റെ ഒറിജിനൽ പ്രമാണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഫോട്ടോ കോപ്പി മാത്രം നോക്കിക്കൊണ്ട് വസ്തുവിൻ്റെ ടൈറ്റിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ കോപ്പി ശരിയായിരിക്കും, പക്ഷേ അതിൻ്റെ ഒറിജിനൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പ്രമാണത്തിൻ്റെ ഒറിജിനൽ കാണണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഭൂമി എന്ത് തരത്തിലുള്ള ഭൂമിയാണെന്ന് നോക്കണം. അതായത് പുരയിടമാണോ നിലമാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മുടെ കേരള സംസ്ഥാനത്ത് പാടി ലാൻഡ് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ കർശനമാണ്. അത് നികത്താൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഭൂമിയുടെ തരം ഏതാണെന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു വീട് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലാറ്റ് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടും ശ്രദ്ധിക്കണം, അതിന് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് ഉണ്ടോ, അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം കോർപ്പറേഷൻ അതിർത്തിയിലുള്ളതാണെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കാം, പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ളതാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. വസ്തു അല്ലെങ്കിൽ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇരിക്കുന്നത്. ഫ്ലാറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2016 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതും നല്ലതായിരിക്കും. ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2016 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ പ്രോജക്റ്റിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കൈമാറ്റത്തിലൊക്കെ താമസം വരുത്തുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നിയമപരമായിട്ട് പരിഹാരം ലഭിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ ഉടമസ്ഥൻ്റെ പേരിൽ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായി നോക്കണം. അതായത് ടാക്സ് റിസീപ്റ്റ്, വസ്തുവിൻ്റെ കരമടച്ച രേഖകളും തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇതൊന്നും പരിശോധിക്കാതെ വാങ്ങിയാൽ ചിലപ്പം പിന്നീട് എന്തെങ്കിലും ബാധ്യത ആളിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയാസമായിട്ട് വരും. ഒരു വസ്തു വാങ്ങിക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വസ്തുവിലേക്ക് വഴിയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വസ്തുവിലേക്ക് പോകാൻ വ്യക്തമായ വഴി, ഇപ്പം റോഡ് സൈഡുള്ള വസ്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ചിലപ്പോൾ വേറൊരു വസ്തുവിൻ്റെ പുറകിൽ കിടക്കുന്ന വസ്തുവാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ വസ്തുവിലേക്ക് പോകാൻ വഴിയുണ്ടോ എന്നുള്ളത് ആ ആധാരത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വസ്തു വാങ്ങിച്ചു കഴിയുമ്പം വഴി തർക്കങ്ങളും വഴി പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ വസ്തുവിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അത് വാങ്ങിക്കുന്നതിലും നല്ലതാണ്. എങ്ങനെയാണ് ഈ വസ്തു കിടക്കുന്നത്, എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് നമ്മൾ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. ബാക്കി പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വില്ലേജ് ഓഫീസിൻ്റെ രേഖകളിൽ തണ്ടപ്പേര് എന്ന് പറയും, അത് മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യണം. നമ്മുടെ പേരിലുള്ള വില്ലേജ് ഓഫീസിലെ രേഖകളിലും നമ്മുടെ പേരിലേക്ക് ഈ വസ്തു വാങ്ങിച്ചതായിട്ട് ഉള്ള രേഖകളിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി ഒരു വസ്തു വാങ്ങിക്കുമ്പം നമ്മൾ മിക്കവാറുമുള്ള കേസുകളിലെല്ലാം നമ്മളൊരു സെയിൽ എഗ്രിമെൻറ്റ്, അതായത് ഈ വസ്തുവിൻ്റെ വാങ്ങിക്കുന്നതിൽ വിൽപ്പന ഒരു കരാർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അഡ്വാൻസിൻ്റെ തുക എത്രയാണെന്നും ബാലൻസിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്നും എത്ര സമയം കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും രജിസ്ട്രേഷനുള്ള തീയതി, അതുപോലെ തന്നെ ഡിഫോൾട്ട് ക്ലോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വ്യക്തമായിട്ട് ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. ഈ ഡിഫോൾട്ട് ക്ലോസ് എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ആളിൻ്റെ ആണോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ ആണോ, ആരുടെ കയ്യിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ വസ്തു രജിസ്റ്റർ ചെയ്യാൻ നടക്കാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള കാരണങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതും. ഏതെങ്കിലും കാരണവശാൽ പൈസ കൊടുക്കുകയും ചെയ്തു, വസ്തു എഴുതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കേസിന് പോകണം എന്നുണ്ടെങ്കിൽ ഈ രേഖയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. എപ്പോഴും നമ്മൾ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നോക്കാനറിയാവുന്ന ഒരു അഭിഭാഷകൻ്റെ നിയമോപദേശം തേടുന്നത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഒരു വസ്തു വാങ്ങിക്കുന്നതിലേക്കായി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. വീടോ സ്ഥലമോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രേഖകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അനിത അജി. കൂട്ടുകാരി.